നിന്റെ തന്തയോട് പോയി ചോദിക്കണം. രാത്രി 1:30 മെസ്സേജ് അയച്ചത് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾക്കില്ലേ ഇതിനേക്കാൾ വലുതനുഭവിച്ചൊരു മോൻ. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കണ്ട് എല്ലാം ഒന്ന് ഡീൽ ചെയ്ത് തരണം. കാര്യങ്ങളെല്ലാം മാതാവിനെ ഏൽപ്പിച്ച് ഞാനും കയറുക കേട്ടോ. പ്ലീസ് സേവ് മീ. ഈ വലപ്പാട് പ്രൈസിന്റെ കൊട്ടേഷൻ എപ്പോൾ കിട്ടും? അവരോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ. എന്താണ് ഈ ഡസ്റ്ററിനുള്ളിൽ നിന്നൊരു USB കേബിൾ? ഇത് ഡസ്റ്റർ അല്ല, ഇതാണ് ഇന്റർബട്ടൺ ബില്ലോ. നീ ഇതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്ക്. ആരോ സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു. നീ നിന്റെ കാര്യം നോക്കി പോയ ജെൽസേ. ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു. ശില്പ, ഇന്നലെ ആ അത് എനിക്ക് 2 ദിവസം സമയം വേണം. എന്തിന്? അല്ലെങ്കിൽ ഐ.ടിയുടെ ഫിക്സഡ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞതല്ലേ, അത് ജെൽസ് ഫയലാക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്ന് അയച്ചു തരും. അപ്പം തെറിയില്ല, കുറി. നമുക്ക് പുതിയ കുറി ഉണ്ടോയെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല. അയ്യോ ശില്പ, കരയല്ലേ ശില്പ? ശില്പ കരയല്ലേ? ശില്പ, എനിക്കറിയാമല്ലോ താനങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. എന്നാലും ആരായിരിക്കുന്ന തോന്നുന്നത് ശില്പയ്ക്ക്? ഓക്കെ റിലാക്സ് ആയിരിക്കും. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ചേട്ടാ. അവളെ വിളിക്കണ്ടല്ലോ. നീ ഫോൺ എടുക്ക്, എന്നിട്ട് സോറി പറ. ഹലോ വിഷ്ണു, നിനക്കെൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇടി ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ നീ ആണല്ലോ എന്റെ ഇൻസ്റ്റയിൽ കയറിയത്? ഹലോ ഹലോ, ഞാൻ എന്റെ ഇൻസ്റ്റ പാസ്വേഡ് നിന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴോ? അത് വെച്ചല്ലേ നീ കയറിയത്? എടി അത് ഇന്നലത്തെ ഫ്രസ്ട്രേഷനിൽ അറിയാതെ ബിയറൊക്കെ അടിച്ചിരിക്കും. അത് നീ ആവുന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയല്ല വിഷ്ണു ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷം എന്തായാലും. ഇനി മേലാൽ എന്നെ വിളിക്കരുത് വിഷ്ണു, ഒരിക്കലും. ശില്പ സോറി പ്ലീസ്. അടി ഭൂലോക വൃത്തിയോടനുസരിച്ചിട്ട് സോറി. അവളിനി വിളിക്കണ്ടെന്നൊക്കെയാണ് പറയണ കേട്ടാ. എൻ്റെ അമ്മോ, നീ അവളുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാണ് അവൾ ഇത്രയും ഷോടുന്നത്. അവളെ വർത്താനം കേട്ടതൊന്നും നീ അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു തന്നു? അനീഷേട്ടാ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. നീ തെറിയൊന്നുമല്ല അയച്ചത് ചേട്ടാ. അത് പിന്നെ ആണോ? താൻ തൻ്റെ എളി നിർത്ത്. എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. തന്നോട് പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ മതില്ല. സോറി, ചിരിച്ചു പോയതാണ്. ബാക്കി പറ. ബാക്കി എന്തുട്ടാ? അവളൊന്നല്ല എന്നെ തെറി വിളിച്ചത്, അവളുടെ അക്കൗണ്ടിൽ കയറി വരാനുണ്ടാ. അവൾക്ക് എന്തായാലും എന്നോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, നിങ്ങൾ ഈ ഫിനാൻസാർക്ക് മനുഷ്യപ്പറ്റില്ല കേട്ടാ. എടോ 30 വയസ്സായി, വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങി. അതിനവളുടെ ആ തന്തപ്പിടി സമ്മതിക്കോ? അയാളെ അമ്മയ്ക്കേണ്ട എന്താ? അയാൾ ഈ പെട്ടിക്കടയുടെ ചെയർമാൻ ആണെങ്കിലേ ഞാൻ സി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പറവൂരിൽ നിന്നുള്ള നല്ല അന്തസ് തറവാടിനെ മോൾക്ക് കെട്ടിച്ചു കൊടുത്താൽ എന്തി പുളിക്കൂ? വരുത്തന്മാരാണ്, കാശേ ഉള്ളൂ, സ്റ്റാൻഡേർഡില്ല. ഇനി അവളുടെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടാ? എന്താ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. പേടിപ്പിക്കല്ലേ? ഓരോ ദിവസം നല്ലത് മാത്രം സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോണേ. എന്നാ ഞങ്ങൾ ഐ ടിക്കാരങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ?
പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. ഡോ അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിൽ തനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ തന്നെ ആരോ തെറി വിളിച്ചു. അതിൻ്റെ അർത്ഥം അവളുടെ പാസ്വേഡ് അറിയണ ആരോ ഉണ്ടെന്നല്ലേ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്നതാ നോക്കിക്കോ, ഇനി അവൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്താ നെറ്റില്ലേ? അല്ല, അത് ഗെയിം കളിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന ഇരിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. ആ. എന്നെ മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിലാണ് പഠിക്കണേ. ആ, എനിക്കറിയാം. ശില്പയല്ലേ? ആ. വിഷ്ണു ഫ്രഷേഴ്സ് ഡേക്ക് മാർഗം കളി കളിക്കണ്ടല്ലേ? മാർഗം കളിയാ? ആ. ഇല്ല, ഇതാര് പറഞ്ഞത്? ജസ്വിൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഞാനന്ന് വരുമൊന്നുമില്ല അതിന്. അയ്യോ, അത് ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, സീനിയേഴ്സ് അറിഞ്ഞാ. എന്താ? അല്ല, എന്നോട് ബ്രേക്ക് ഡാൻസ് കളിക്കണ പറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ഒരു മാർഗം കളി കണ്ട് പഠിച്ചോ. ചിലപ്പോൾ സീനിയേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമാവും. അയ്യോ, എനിക്ക് സ്റ്റേജിലൊന്നും കയറി ഇങ്ങനെ അത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അഞ്ച് വില കുന്തപ്പച്ചോണ്ടിരിക്കണായിരിക്കും എന്ന് കാണുന്ന വഴിയില്ല. ഇത് ആന്ധ്ര എല്ലാം കൂടി വലിച്ചു ഞാൻ കളയും. ഇതുവരെ ഉണ്ടാവുള്ള അവിടെ ഇരിപ്പ്. ചേട്ടാ, ഈ റോയൽ പെരിയാടിന്റെ ഹെഡ് ഓഫീസ് ബൈപ്പാസിന്റെ അടുത്തുള്ളതാണ്. അത് തന്നെയാണെന്നാ തോന്നണേ. ശില്പ ആരാ? ക്ലാസ്മേറ്റ് ആണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാബിൻ. അവിടെയോ? താങ്ക്സ്. എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധുവില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, നീ പോടാ. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ആ
ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കുമോ? എന്താണ്? നിൽക്കുമെന്ന് പറ. എടാ നീ കാര്യം പറ. എനിക്കേ ആ. ശില്പയുടെ പന തല്ലണം. ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. നിനക്കൊരു പ്രാന്തുണ്ട് വിഷ്ണു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പണിക്കുമല്ലോ കേട്ടോ, അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ വെള്ളം കുടിച്ച് കുടിക്ക്. അതെ എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ. നീ അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല. അവളപ്പം ചാവില്ലാട്ടാ. നോക്കിയേ, ബ്രാഞ്ചിൽ നിന്ന് കോള്. ആ ചേച്ചി ശരി. ഇവിടെ അവിടുത്തെ പ്രിൻ്ററിൻ്റെ എന്തോ കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജോർജേ ഡാ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ. അനീഷേട്ടാ ഞാനും ഉണ്ട്. എന്താടാ? എടുക്ക്, വണ്ടി എടുക്ക്. എന്താന്ന്? എടുക്ക്. എന്ത് ചേച്ചി? അവിടെ അനീഷേട്ടാ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന് ചെക്ക് ചെയ്യണം? എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ? ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ സെർവറിൻ്റെ പബ്ലിക് ഐ പി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ. ആ അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? ആ എന്നാൽ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത്? നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതുവരെപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. അനീഷേ, ഇത് കഴിക്കും. ഇതെന്താ പരിപാടി? ഞങ്ങളൊരു സോഫ്റ്റ്വെയർ
ആ ശരി ശരി നടക്കട്ടെ ശരി. ആ അത് കിട്ടിയിട്ടാ. പാസ്വേഡ് കിട്ടിയാ? ആ ഇതാണ് പാസ്വേഡ്. ആ ഇതാണ് അവന്മാരുടെ സെർവർ. ആ നീ എന്താ ചെയ്യാൻ പോണേ? ഹലോ മാഡം, മാഡം എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഹലോ, അവർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ, അവർ നമ്മളെ വിളിച്ചു, നമ്മൾ പെട്ടു. ഇന്ന് നടക്കില്ലല്ലോ ഏട്ടാ, നാളെ രാവിലെ വരാൻ പറ്റുമോ? അതെ, ഈ മാലൊന്ന് പണയം വയ്ക്കാൻ പറ്റുമോ? ഇന്ന് ഗോൾഡ് എടുക്കാൻ പറ്റൂലല്ലോ ഏട്ടാ. എന്തു പറ്റി? സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്, ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എപ്പോൾ ശരിയാവും? അതറിയില്ല. അത് ഹെഡ് ഓഫീസിലെ കംപ്ലൈന്റ് അന്വേഷിച്ചേ, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളേക്ക് ശരിയാവും, നാളെ വാ. ഓക്കെ, നാളെ വരാം. ആ ശരി മോനെ, ഒരു മിനിറ്റ്. എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലവേർക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് കിട്ടിയില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലായി? ഭാഗ്യം, കോളേജ് വിട്ട കാശ് പോയില്ല. ഇതാരാന്ന് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കി, ജപ്പാനീന്നാരാണ്. ജപ്പാനിൽ എടി, നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? അയാൾ മലേഷ്യയിലല്ലേ അപ്പച്ച. അയാൾ എന്തിനാണ് നമ്മുടെ അമ്മനെ ഹാക്ക് ചെയ്യണത്? അസൂയ ഉണ്ടാവൂല. സാർ, ജപ്പാനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ VPN ഒക്കെ വെച്ച് IP മാസ്ക് ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അവനാണെങ്കിൽ ലോഗ് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. സർ, ഇത് ചെയ്തത് ഒരാളായിരിക്കോ? ഒരാളോ ഒരു ഗ്രൂപ്പോ ആരും വേണമെങ്കിലും ആവാം. എന്താടി? ഇല്ല അപ്പച്ച, ഒന്നുമില്ല. ജിൽസെ, നമ്മുടെ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇല്ലേ? അല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം വരെയുള്ളുണ്ട്, ഈ മാസം ഉണ്ടാവില്ല. ജിൽസെ, ബാക്കപ്പിൽ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പുതിയ പ്രശ്നം? ഈ കഴിഞ്ഞ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറ. എത്ര പെട്ടെന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം? സൊല്യൂഷൻ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ മാസം ഡേറ്റ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആണെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ ഹാർഡ് കോപ്പിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരാളെ എൻ്റർ ചെയ്യാം. കയ്യിലില്ലാത്ത ഡേറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ അങ്ങോട്ട് കിട്ടാതെ ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാതെ തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മറക്കേണ്ടി വരും. സാറേ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ IT സെക്യൂരിറ്റി സ്ട്രോങ് ആക്കണം. അതിന് കുറച്ച് പൈസ ചിലവ് വരും. അതിനിപ്പോൾ ഞാനുള്ള ബഡ്ജറ്റ് എന്ത് വേണേലും ചെയ്യും. പക്ഷെ ഇനി മേല അവിടെ ഇങ്ങനെ ഉണ്ടാവും. എന്തായാലും പറയാം. അതെ, സെക്യൂരിറ്റിക്കുള്ള ഫണ്ടിന്റെ കുടുംബ സ്വത്ത് നിന്നല്ല വകയിരുത്തിക്കണേ. ഈ കമ്പനി ഇത്ര കാലം നിന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്റെ തോളത്ത് നിന്നു സമാധാനല്ലേ? എൻജോയ്. എടാ, നീ ബ്രാഞ്ച് പൂട്ടിച്ചാ? പൂട്ടൊന്നുമില്ല, അവരിൽ ബാക്കപ്പ് ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർ സെറ്റാവട്ടെ, എന്നിട്ട് അടുത്ത പണി. വാ. അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, കുടി, അതാണ് ഇവന്മാർ ശരിയാണ്. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരമുണ്ടോ? അത് ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ ഇതൊക്കെ ഉമ്മാരുടെ ബാഗ് സ്ഥിരമുണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇപ്പം മര കണ്ടാ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്.
ആ നീ ചിത്തിരയിലത്തെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ? ഒരെണ്ണമ്മയ്ക്കും കൊടുത്തു. എന്തായാലും ഈ ഹാക്കറെ ഒരു എൻക്രിപ്റ്റഡ് മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ട് റോയൽ പെരിയാറിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിന് റെസ്റ്റ് എടുക്കും. ഞാനും ജിൽസേ എന്താ ബാക്കപ്പ് എടുക്കാൻ ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. മറന്നു. അല്ലെങ്കിൽ നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനുള്ള ധൃതി. ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സാറേ. അല്ലടാ, ഹാക്കറോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ വരാൻ പറയാം. നിനക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ക്ലാസ് വെച്ചപ്പോൾ നീ കമന്റ് അടിച്ചിരിക്കണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, അതൊരു തമാശ പറഞ്ഞാണ്. എനിക്കൊരു തമാശ മനസ്സിൽ തോന്നിയത് അപ്പോൾ പറയണം. ആ സ്ഥാനത്തിന് വെളിപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ തലയിൽ എഴുതി വെച്ചിരും. എന്താ ചിരിക്കല്ലോ അപ്പോൾ അവൻ്റെ ഒരു കോമഡി. സാറേ, കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രശ്നമാണെങ്കിൽ സാർ ഇത് നോക്കിയേ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിലവിൽ ബ്രാഞ്ചുകളിലെ IT കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ ലോക്കലിയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ IT റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആളെ വിടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസ് ഒന്ന് കാണിച്ചടാ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ആളെ വിടും. അപ്പോൾ ഇനി ലോക്കലി സർവീസിങ് വേണ്ട. ഓക്കെ കൊട്ടേഷനിൽ ഒരു പ്രൊഡക്റ്റ് ബില്ലിൽ രണ്ടെണ്ണം. ഞാൻ പ്രവീൺ സാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് ഒരു ഫയർവാൾ ഫെയിലിയർ ആയുള്ള റിസ്കിന് വേണ്ടി വേറൊരെണ്ണം വെച്ചു എന്നാണ്. ആയിക്കോട്ടെ, അയാൾക്ക് അത് ഇതിനകത്ത് കാണിച്ചൂടെ? അവസാനം ഓഡിറ്റിന്റെ സമയത്ത് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ ജിൽസിനോട് വേറൊരു കൊട്ടേഷൻ തരാൻ പറയാം. പറ. ആ ജിൽസ് എന്ന് പറയുന്നതിന് വെളിവെന്ന് പറയുന്ന സാധനമില്ല. ഞാൻ റൂഡായതല്ല, ജസ്റ്റ് കാര്യം പറഞ്ഞെന്നുള്ളൂ. താൻ നെർവസ് ആവണ്ട. ഏയ് നെർവസ് ആയതല്ല, എനിക്ക് ഓഫീസിൽ ആ കൂടെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്യു ആണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഹാക്കിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. മാത്യു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? ഇല്ല, ഒന്നുമില്ല. ഡിസ്പ്ലേ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നിന്നെ കാശുകളാണ്. സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. ശരി ജോർജേ, ഇതാ തീർത്തേ. അനീഷേട്ടാ, റോയൽ പെരിയാടം വീണ്ടും തുറന്നല്ല? തുറന്നു മാത്രമല്ല, അവിടെ തന്നെ വർക്കും പോയി. നീ ലോക്കലായിട്ട് സർവീസ് ചെയ്യണ്ടെന്നാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. കുഴപ്പമില്ലടാ, പിച്ചകളാണ്. നിസ്സാര റേറ്റാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടി ചോദിച്ചാൽ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. ഓട്ടയത് അനീഷേട്ടാ, അവന്മാരെ സെക്യൂരിറ്റി ഒക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്രാഞ്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ പുലിവാലായല്ലോ. അവസാനം ഞാൻ കുഴപ്പത്തിലാവൂ. നിങ്ങൾ പേടൊന്നുമില്ല, ഇതെന്താണിത്?